പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 വർഷം ഉപരോധത്തിലേർപ്പെടുത്തി. മക്ക എന്ന ഈ ചെറിയ ഗ്രാമത്തിലേക്ക് പ്രവാചകനെ ഇറങ്ങാൻ പറ്റാതായി. പ്രവാചകനും കുടുംബത്തിൽ അങ്ങനെ ആ മലയുടെ മുകളിലാണ് അന്ന് താമസിച്ചിരുന്നത്. നമ്മളൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഭക്ഷണമൊന്നും കിട്ടാതെ പ്രയാസപ്പെട്ട് പച്ചില തിന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. അതുപോലെ അവിടെ കിട്ടുന്ന തോലുകളൊക്കെ വെള്ളത്തിലിട്ട് കഴിച്ചിരുന്നു. ആട് കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു കാഷ്ടുണ്ടായിരുന്നത്. അത്രയും പ്രയാസപ്പെടുത്തിയ ഒരു പ്രദേശമാണ് ഈ കാണുന്ന ജബൽ അബൂ ഖുബൈസ്. അതൊക്കെ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. കാബാലയം നിർമ്മിക്കാനുള്ള കല്ലുകളൊക്കെ എടുത്തിരുന്നത് ആ മലമെന്നായിരുന്നു പറഞ്ഞത്. ആ മലയാണ് ഇപ്പൊ ഈ കാണുന്ന രീതിയിൽ നേരത്തെ പല ആളുകളും താമസിച്ചിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ അണ്ടറിലാക്കിയതാണ്. ഹജ്ജിന് വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാത്ത പല എത്യോപ്യക്കാരും മറ്റും മറിച്ചൊക്കെ ചെറിയ കുടിലുകൾ കെട്ടി ഹറമിന്റെ പരിസരത്ത് താമസിക്കുന്ന പ്രദേശമാണ് ഈ കാണുന്ന എല്ലാ മലകളും. പിൻകാലത്ത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഗവൺമെന്റ് ഈ ഹറമിന്റെ വികസനം എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കിയതാണ്. അപ്പോൾ ആ മലയൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് മക്കയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രബോധനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗം ചെയ്തത്. ഒട്ടകത്തിന്റെ കുടൽമാലയൊക്കെ മേലെ കൊണ്ടുവന്നിട്ടതും ഇങ്ങനത്തെ ഒരുപാട് 10-13 വർഷത്തെ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ ഏറ്റ പ്രദേശമാണ് നമ്മൾ ഈ സന്ദർശിച്ചു പോകുന്നത്. അള്ളാഹു അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.